HTML കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എൻഡ് യൂസറിന് ഇൻവിസിബിൾ ആയിരിക്കും. വാർ ഡംപ് എന്ന് പറയുന്ന മെത്തേഡ് ട്രൂ ഓർ ഫാൾസ് ആണ് നമുക്ക് റിട്ടേൺ തരുന്നതെങ്കിൽ അത് എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും? ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പൊ നമ്മൾ ഇന്ന് ട്രേഡ്സ്മാൻ എക്സാമുകൾ അടുത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ട്രേഡ്സ്മാൻ IT-യിലെ ഒരു പോർഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഏതാണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമ്മൾക്ക് ടോപ്പിക് 25 മാർക്കിൽ നമുക്ക് വെബ് ടെക്നോളജി അല്ലെങ്കിൽ HTML, VB സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും അതുപോലെ തന്നെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും ഉണ്ട്. എന്താണ് ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്? അതിൽ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം? അപ്പൊ ഇതൊക്കെ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റീസ്? അതായത് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. നമ്മൾ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. പക്ഷെ പിന്നീട് ഒരിക്കൽ നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ഡൗട്ടുകൾ ഉണ്ടാവും. എന്തായിരുന്നു സെർവർ സൈഡ്, എന്തായിരുന്നു ക്ലയന്റ് സൈഡ് എന്ന് പറയുന്നത് അല്ലെ. ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് ജാവാ സ്ക്രിപ്റ്റ് അല്ലെ. അതായത് HTML കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം അല്ലെ. വിസിബിൾ ടു ദ എൻഡ് യൂസർ, ഇൻവിസിബിൾ ടു ദ എൻഡ് യൂസർ, ഡിഫൈൻഡ് ടു യൂസർ, നൺ. ഈ 4 ഓപ്ഷനാണ് ഉള്ളത്. വിസിബിൾ ടു ദ എൻഡ് യൂസർ. ആരാണ് ഈ എൻഡ് യൂസർ എന്ന് പറയുന്നത്? നമ്മൾ യൂസേഴ്സ് അല്ലെ. അതായത് ഈ നമ്മുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ കാണുന്ന ആള് അല്ലെ, അത് ഉപയോഗിക്കാൻ വേണ്ടി കാണുന്ന ആളെയാണ് നമ്മൾ എൻഡ് യൂസർ എന്ന് പറയുന്നത്. സോ ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് കാണാൻ പറ്റുമോ? നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ PHP അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കില്ല. ആർക്ക്? ഒരു യൂസറിന് കാണാൻ പറ്റില്ല. അതിന്റെ ഉള്ളില് നമ്മൾ റിക്വസ്റ്റുകൾ കൊടുക്കാൻ, നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും ഡാറ്റാസ് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ MySQL ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസ് എടുക്കണം. ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണ്? എൻഡ് യൂസറിന് വിസിബിൾ അല്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഇൻവിസിബിൾ ടു ദ എൻഡ് യൂസർ. ആർക്ക് വിസിബിൾ ആയിരിക്കില്ല? എൻഡ് യൂസറിന് വിസിബിൾ ആയിരിക്കില്ല. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കോഡ് തന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ് കാണാൻ സാധിക്കും. അത് എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ PHP അല്ലെങ്കിൽ ASP പോലെയുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എൻഡ് യൂസറിന് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. എന്താണ്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എൻഡ് യൂസറിന് ഇൻവിസിബിൾ ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? PHP. നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗിൽ പഠിക്കാനുള്ള ഒരു ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ PHP സപ്പോർട്ട് വാരിയബിൾ യൂസേഡ് വിത്തൗട്ട് ഡിക്ലയറിംഗ് ഇറ്റ്സ്. അതായത് ഈ PHP എന്ന് പറയുന്ന സമയത്ത് നമ്മൾ C++ ഒക്കെ പഠിച്ചതുപോലെ തന്നെ വാരിയബിൾസും ഓപ്പറേറ്റേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ലാംഗ്വേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് PHP എന്ന് പറയുന്ന ലാംഗ്വേജില് വാരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിത്തൗട്ട് ഡിക്ലയറിംഗ് ഇറ്റ്സ്, അതായത് എന്തായിരിക്കും? വാരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്ടാത്തത് എന്താണ്? നെയിം എന്തായാലും വേണം, വാരിയബിളിന്റെ പേര് എന്തായാലും വേണം അല്ലെ. ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അവിടെ വാരിയബിളിന്റെ പേര് ഉണ്ടായേ പറ്റുള്ളൂ. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. ഡാറ്റ ടൈപ്പ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ, നൺ ഓഫ് ദ എബോവ്. ഇതിൽ നമുക്കറിയാം ഡാറ്റ ടൈപ്പ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്? നമ്മളൊരു വാരിയബിളിൽ അസൈൻ ചെയ്യുന്ന വാല്യൂ ഏത് ടൈപ്പാണെന്നുള്ളത് കാണിക്കുന്നതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വാരിയബിളിനെ PHP സ്ക്രിപ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ടൈപ്പാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ $A = 10 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ വാരിയബിൾസിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. $A എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതൊരു വാരിയബിൾ ആണെന്ന് മനസ്സിലാക്കാം. ദെൻ ഇതിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. അപ്പൊ തന്നെ ഇത് A എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് PHP സംഭവിക്കുന്നത്. ഓക്കെ, വാരിയബിളിൽ ഡാറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ PHP വാരിയബിളിന് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഡാറ്റ ടൈപ്പ് പറയേണ്ട കാര്യം ഇല്ല. ഓക്കെ, ഏതിലൊക്കെ നമ്മൾ പറയേണ്ടത്? നമ്മൾ C പറയാറുണ്ട് അല്ലെ. C നമ്മൾ int A അല്ലെങ്കിൽ C++ലും ജാവയിലും എല്ലാം നമ്മൾ മുന്നേ തന്നെ നമ്മൾ എന്ത് പറയും? ഏത് ഡാറ്റ ടൈപ്പ് ആണ് ആ വാരിയബിൾ എന്നുള്ളത്
നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ PHP എന്തില്ല, ആ ഒരു ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ മൂന്നാമത് PHP നമ്മൾ HTML അല്ലെങ്കിൽ മറ്റു കോഡുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, എംബഡ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ കൊടുക്കുക ഇങ്ങനെയാണ്. അതായത് ഇതൊരു PHP കോഡാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെസ് ദാൻ (PHP) ദെൻ ഇത് എൻഡ് ചെയ്യുന്ന സമയത്ത് (symbol) ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, PHP കോഡുകൾ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കൊടുക്കുകയാണ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, PHP allows to embed dash code within PHP code. നമ്മൾ ഈ PHP കോഡ് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ, അതായത് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഏത് കോഡിന്റെ കൂടെയാണ് എംബഡ് ചെയ്യുക, അത് നമ്മുടെ HTML കോഡിന്റെ കൂടെ ആയിരിക്കും നമ്മൾ എംബഡ് ചെയ്യുക. ഒരിക്കലും ജാവേന്റെയോ അല്ലെങ്കിൽ മറ്റ് PHP കോഡിന്റെ കൂടെയോ നമ്മൾ ഇങ്ങനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. HTML നമ്മൾ നമ്മുടെ PHPന്റെ കോഡുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അതായത് HTML കോഡിൽ നമ്മൾ PHP എംബഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക. എങ്ങനെയാണ്? ലെസ് ദാൻ (PHP) അത് എൻഡ് ചെയ്യുക. അതായത് അതിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ആ PHP കോഡുകൾ കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് (symbol) ഈ രീതിയിലായിരിക്കും നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മറക്കരുത്, നമ്മൾ എവിടെയാണ് എംബഡ് ചെയ്യുന്നത്? HTML കോഡിലാണ് എംബഡ് ചെയ്യുന്നത്. തിരിച്ചും ചോദിക്കാം, അതായത് HTML എങ്ങനെയാണ് PHP എംബഡ് ചെയ്യുക എന്ന് ചോദിക്കാലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിൻടാക്സ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മറന്നു പോകരുത്. എന്താണ്? ലെസ് ദാൻ (PHP) ദെൻ സ്റ്റേറ്റ്മെന്റ്സ് എൻഡ് ചെയ്യുന്നത് (symbol). ഓക്കെ, അതെന്താവരുത്, മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓൾ ദ PHP ഫയൽ ഹാവ് ആൻ എക്സ്റ്റൻഷൻ. അതായത് നമ്മൾ ഏത് ഫയൽ സേവ് ചെയ്യുന്ന സമയത്തും, ഏത് ലാംഗ്വേജിലുള്ള എന്ത് കോഡ് സേവ് ചെയ്യുന്ന സമയത്തും അതിനെന്തുണ്ട്, ഒരു എക്സ്റ്റൻഷൻ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യും അല്ലെ? അപ്പൊ ഇതില് PHP ഫയലുകൾ നമ്മൾ സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ്? .txt ആണോ? അല്ല അല്ലെ? കാരണം എന്താണ്? .txt എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഫയലിനെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത് .java നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവ ഫയലിനാണ്. .php അല്ലെ? PHP ഫയൽ നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത് .php എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ്. ഏതാണ്? .php. ഇത് മറന്നു പോകാൻ പാടില്ല. ഓക്കെ, HTML നമ്മൾ യൂസ് ചെയ്യുന്നത്, HTML ആണ് ചോദിക്കുന്നതെങ്കിൽ HTML നമ്മൾ .htm വെച്ചിട്ടും യൂസ് ചെയ്യാറുണ്ട്, .html വെച്ചിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷേ PHP നമ്മൾ എങ്ങനെയാണ്? .php എന്ന് പറയുന്ന ഫയലായിട്ട് എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് var dump. ഇതൊരു മെത്തേഡ് ആണ്, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആണ് var_dump എന്ന് പറയുന്നത്. ഓക്കെ, ഈ dump എന്ന മെത്തേഡ് ഇൻ PHP gives true or false for dash data type. ഇതെന്താണ് ഈ var dump എന്ന് പറയുന്ന മെത്തേഡ്? നമ്മൾ കൊടുക്കുന്ന വാരിയബിളിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാരിയബിളിന്റെ വാല്യൂസ്, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് ചെയ്ത് തരുന്നതാണ് var dump എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, var dump എന്ന് പറയുന്നത് ഒരു വാരിയബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ ഇതിന്റെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാരിയബിളിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിന്റെ ടൈപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ് var dump എന്ന് പറയുന്ന മെത്തേഡ്. ഇവിടെ var dump എന്ന് പറയുന്ന മെത്തേഡ് ട്രൂ ഓർ ഫാൾസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അത് എന്ത് ടൈപ്പ് ഡാറ്റ ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സ്ട്രിംഗ് ആണെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് തരും. അപ്പൊ സ്ട്രിംഗ് അല്ല. ഇന്റിജർ ആണെങ്കിലും അതിന്റെ ഇൻഫർമേഷൻസ് തരും, അല്ലാതെ ട്രൂ ഓർ ഫാൾസ് ആയിരിക്കില്ല. ബൂളിയൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്ലോട്ട് ആണെങ്കിലും നമുക്ക് എന്താണ്, ആ ഫ്ലോട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമുക്ക് വരിക. അതായത് ആ ഡാറ്റ എന്താണ്, ഫ്ലോട്ട് ടൈപ്പ് ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് എന്നുള്ള രീതിയിലായിരിക്കും റിസൾട്ട് വരിക. ഇവിടെ നമുക്ക് റിസൾട്ട് വരുന്നത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതൊരു നമ്മൾ കൊടുക്കുന്ന വാരിയബിൾ ഒരു ബൂളിയൻ ആണെങ്കിൽ ബൂളിയന്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ബൂളിയൻ ആണെങ്കിൽ അതെന്തായിരിക്കും വരിക? ട്രൂ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ബൂളിയൻ ഫോൾസ് ആണെങ്കിൽ, ബൂളിയനിൽ തന്നെ ഡാറ്റ ഫോൾസ് ആണെങ്കിൽ അവിടെ നമുക്ക് റിസൾട്ട് വരെ ഫോൾസ് ആയിരിക്കും. അപ്പൊ അത് ഓർക്കുക. അതായത് var dump എന്ന് പറയുന്ന മെത്തേഡ് ട്രൂ ഓർ ഫാൾസ് ആണ് നമുക്ക് റിട്ടേൺ തരുന്നതെങ്കിൽ അത് എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും? ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PHP ഫംഗ്ഷൻ കൺവേർട്സ് എ സ്ട്രിംഗ് ടു ലോവർ കേസ്. അതായത് ഒരു സ്ട്രിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രിങ്ങിന്, അതായത് ഇപ്പൊ ABC എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ലോവർ കേസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യാനാണ്.
അപ്പൊ ഇതിൽ ഓർത്ത് വെക്കുക STR to lower എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. STR to lower എന്ന് പറയുന്ന മെത്തേഡാണ് PHPയിൽ നമ്മൾ ഒരു ടെക്സ്റ്റിനെ ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഏതാണ്? STR to lower. മറന്നു പോകാൻ പാടില്ല. ഒരു സെന്റൻസിന് അല്ലെങ്കിൽ ഒരു വേർഡിനെ ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ STR to lower. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഇനി ഒരുപാട് സമയമില്ല. കാരണം എക്സാം എന്നാണ്? നമ്മുടെ എക്സാമിന്റെ കലണ്ടർ വരെ വന്നിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഏകദേശം നമ്മുടെ ഡേറ്റിംഗ് എത്താനായി. ഇനി നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് എന്ത്? ഇനിയും സമയമുണ്ടല്ലോ, എനിക്ക് ഇനിയും പഠിക്കാം, ഇനി സമയമുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ പാടില്ല. കാരണം നമുക്ക് ഇനി സമയം ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ? നമുക്ക് ഒരുപാട് പോർഷൻ പഠിച്ചു തീർക്കാനുണ്ട്. സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടൊന്നും ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് പോർഷൻ നമ്മൾക്ക് കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലെ അല്ലെ ട്രേഡ്സ്മാൻ എന്ന് പറയുന്നതിലേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് എത്താനില്ല. ഓക്കെ, ഈ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ. അപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ലെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് പിടിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സാം തന്നെയാണ് ഈ ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മുടെ ഈ IT പോലെയുള്ള പോർഷൻസ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ HTML ഈ വെബ് ടെക്നോളജി പോലത്തെ അല്ലെങ്കിൽ പ്രിന്റർ പോലത്തെ പോർഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന പോർഷൻ തന്നെയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ CCയെ കുറിച്ച് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെ? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ റിസൾട്ടിന്റെ കാര്യത്തിൽ ടോപ്പിൽ നിൽക്കുന്നത് ആരാണ്? CC തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കും നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ മാർഗങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അല്ലെ? എന്തൊക്കെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പുതിയ സിലബസ് നമ്മുടെ ഓരോ എക്സാമുകൾ കഴിയും തോറും സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ട്രേഡ്സ്മാനും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ പുതിയ സിലബസിനനുസരിച്ചുള്ള പുതിയ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ. ഇനി നമുക്ക് വേണ്ടത് അതന്നെയാണ്. എന്താണ്? ഒരു പ്ലാനോട് കൂടിയ സ്റ്റഡി. നമ്മളിനി എല്ലാം കൂടെ പഠിച്ചെത്തിക്കാം അല്ലെങ്കിൽ ഇതെല്ലാം പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലുള്ള സമയം നമുക്കില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്, ഇന്ന ദിവസം ഇന്ന പോർഷൻ അല്ലെങ്കിൽ ഈ ദിവസത്തിനുള്ളിൽ ഈ ഒരു സബ്ജക്റ്റ് ഇത്ര കവർ ചെയ്യണം, അതിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. ഒരു സിലബസ് അതിലുള്ള എല്ലാം വൈഡായിട്ട് പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അതിലുള്ള ഇമ്പോർട്ടന്റ് എന്തൊക്കെയാണ്, അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ്, അത് നോക്കി നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുക തന്നെ വേണം. അതിന് ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഓരോ സിലബസിന്റെയും ഓരോ ടോപ്പിക്കിന്റെയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതുവരെയുള്ള ഡൗട്ടുകളെല്ലാം തന്നെ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. മോഡൽ എക്സാംസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇതിൽ പല ആൾക്കാരും PSC മാറ്റി യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ വരെ ഉണ്ടാവും അല്ലെ? കാരണം PSC എക്സാമുകൾ എഴുതി ശീലമില്ലാത്തവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ടൈമിങ്ങിന്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ, മോഡൽ എക്സാംസ് അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു എക്സാമിനായിട്ട് കുറച്ചും കൂടി ഒരു ഇന്ററാക്ഷൻ, ഒരു അടുപ്പം വരും. ഓക്കെ, അപ്പൊ അവർക്ക് എക്സാം വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ്, അതുപോലെ മെന്റർഷിപ്പ് പ്രോഗ്രാം. ഇതിൽ പല ആൾക്കാരും ഒരുപാട് ഇയർ ഗ്യാപ്പ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും അല്ലെ? അപ്പൊ അവർക്കൊരു മെന്റലി ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായും അച്ചീവ്. കാരണം എല്ലാം ഒരു തടസ്സത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പാണ്, ഇനി എനിക്ക് പഠിച്ചാൽ ഒക്കില്ല, അങ്ങനെ ഒരുപാട് സംശയങ്ങളുമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാരും. അപ്പൊ അവർക്കൊരു സപ്പോർട്ട്, ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റർ സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും. അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും CC നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, നിങ്ങളെ ആപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനുള്ള ഫുൾ ടൈം 24 hours നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതാണ്. അപ്പം CCയിലെ കൂടെ നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യാം. കാരണം എക്സാമിലേക്ക്, ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് എക്സാമിലേക്ക് ഇനി ഒരുപാട് ടൈം ഇല്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഒരു ബാച്ചിലേക്ക്, ട്രേഡ്സ്മാൻ ITയുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യേണ്ട നമ്പർ അറിയാലോ, 8590202323 എന്ന് പറയുന്ന നമ്പറിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഈ ഒരു എക്സാമിന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക്
ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ആ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഉപകാരപ്പെടും. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ, CCയുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സും ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ത്രൂ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും എത്തുന്നതാണ്. താങ്ക്